സിംഗപ്പൂർ ചോയ്സിലെ മറ്റൊരു മനോഹരമായ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാ പ്രാവശ്യവും ഒരുപാട് അട്രാക്ഷൻസ് കാണിക്കുമ്പോൾ എല്ലാ പ്രേക്ഷകരും കാത്തിരിക്കാന്നറിയാം ഇന്നത്തെ നമ്മുടെ അട്രാക്ഷൻസ് എന്തൊക്കെയാണെന്നല്ലേ. എന്തായാലും നമുക്ക് ഓരോന്നായിട്ട് നമുക്ക് കാണാം. ഹോപ്പ വില്ലയിലെ കാഴ്ചകളായിരുന്നു നമ്മൾ കഴിഞ്ഞ എപ്പിസോഡിൽ കണ്ടത്. പക്ഷേ കാഴ്ചകൾ കഴിഞ്ഞിട്ടില്ലാതെ ഞാൻ അപ്പോഴേ പറഞ്ഞായിരുന്നു. ഇന്ന് നമുക്ക് ഹോപ്പ വില്ലയിൽ കുറച്ചധികം കാഴ്ചകൾ നമുക്ക് വേണ്ടി വെയിറ്റ് ചെയ്യാനും നമുക്ക് കാണാം. ഹോപ്പ വില്ലയിലൊന്നും ഒരുപാട് ഇൻട്രസ്റ്റിംഗ് കാര്യങ്ങൾ നമ്മൾ കണ്ടു. പക്ഷേ നരകത്തിലേക്കുള്ള യാത്ര നമ്മൾ പലപ്പോഴും പറയാറുണ്ടല്ലേ, നമ്മുടെ ഫ്രണ്ട്സൊക്കെ ആയിട്ട് പോകുമ്പോൾ എന്താണോ നിന്നെ നരകത്തിലേക്കാണോ കൊണ്ടുപോകുന്നത്, അങ്ങനത്തെ ഡയലോഗ്സ് ഒക്കെ നമ്മൾ അടിക്കാറുണ്ട്. ഇത് ഹോപ്പ വില്ലയിലെ 10 courts of hell എന്ന് പറഞ്ഞൊരു കേവ് ഉണ്ട്. അപ്പോൾ ഹെൽ എന്നുള്ള വാക്ക് കേട്ടപ്പോൾ ഞാനിങ്ങനെ ഒന്ന് പേടിച്ചു കയറണോ വേണ്ടയോ എന്ന്. എന്താ മാം, വാട്ട് ഈസ് ഇറ്റ് അബൌട്ട് ഹെൽ 10 courts of hell? Okay, so this is the most famous part of Haw Villa, the 10 courts of hell. And this is a very interesting concept that the Chinese have developed over the years. It's a combination of Buddhism, Taoism and Confucianism. ഓക്കെ, കൺഫ്യൂഷനിസം, ബുദ്ധിസം, തായിസം അങ്ങനെ 3 ബിലീവ്സിൻ്റെ ഒരു കോമ്പിനേഷനാണ് ഇതിനുള്ളിൽ. അപ്പോൾ എന്തായാലും ഇവിടെ നല്ല വെയിലുണ്ട്. സിംഗപ്പൂരിൽ വന്നിട്ട് ഞാൻ മിക്കവാറും കരിഞ്ഞു വേണ്ട അവസ്ഥയെ പോലും നമുക്ക് കേവനുള്ളിൽ കയറി കാഴ്ചകൾ കാണാം. ഇപ്പോൾ നമ്മൾ നിൽക്കുന്നത് 10 courts of hellനുള്ളിലാണ്. ഇവിടെ കയറുമ്പോൾ തന്നെ ഭയങ്കര ഒരു സ്കെയറി ഫീലാട്ടോ. നമ്മളൊരു നരകത്തിൽ വന്ന ഫീലല്ല, ഭൂമിയിൽ നിൽക്കുമ്പോൾ നരകത്തിൽ വന്നൊരു ഫീലാണ്. എന്തായാലും we'll ask her, ma'am, what is it about? So this basically goes back to the traditional Chinese belief that when somebody dies, after that their soul will be in a state of purgatory and they will actually be judged for all their actions in life. So whether you're a good person or a bad person, and based on what you did in your life, you will then go through 10 courts of hell where there will be a magistrate or a judge. There will be court officials, court attendants who will drag you through from one court to the other and basically judge all your deeds. And accordingly, you will be punished for all your bad deeds. വളരെ ഇൻട്രസ്റ്റിംഗ് ആട്ടോ ഈ കാര്യം കേട്ടു തുടങ്ങുമ്പോൾ. എന്താണെന്ന് വെച്ചാൽ ഒരു മനുഷ്യൻ മരിച്ചു കഴിഞ്ഞിട്ട് അയാളെ 10 കോർട്ടിൽ കൊണ്ടുപോണ ഒരു ഇതാണ്. അതായത് നമ്മുടെ ലൈഫിൽ എന്തൊക്കെ നല്ല കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്, എന്തൊക്കെ ചീത്ത കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട് എന്ന് നോക്കിയിട്ടാണ് നമ്മുടെ ഈ ഒരു കോർട്ടിലേക്ക് കൊണ്ടുപോകുന്നത്. എത്രത്തോളം ചീത്ത കാര്യങ്ങൾ ലൈഫിൽ ചെയ്തിട്ടുണ്ടോ അത്രത്തോളം പണിഷ്മെൻറ്റ്സ് ആണ് നിങ്ങൾക്ക് കിട്ടുന്നത്. ഈ ഒരു കോർട്ടിൽ മജിസ്ട്രേറ്റ് ഉണ്ട്, ജഡ്ജസ് ഉണ്ട്, അറ്റൻഡൻസ് ഉണ്ട്. നമ്മളെല്ലാവരെയും ഇങ്ങനെ എന്താ പറയുക, മാം പറഞ്ഞ പോലെ മരണത്തിന് ശേഷം അവർ ഒരു കോർട്ടിൽ നിന്ന് മറ്റൊരു കോർട്ടിലേക്ക് ഡ്രാഗ് ചെയ്താണ് കൊണ്ടുപോകുന്നത്. അപ്പം ഈ ഒരു സ്റ്റോറി എനിക്കൊന്ന് സ്റ്റാർട്ടിങ് തന്നെ ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആണ്. അപ്പം ഡസ് ഇറ്റ് ഹാവ് എനി കണക്ഷൻ വിത്ത് അവർ ഇന്ത്യൻ ബിലീവ്സ് ഓർ ഇന്ത്യൻ? Definitely. The first court of hell is actually presided by Lord Yama. And you remember the name Yama? Yama is the same Indian name for the god of death. ഈ 10 കോർട്ടിൽ ആദ്യത്തെ കോർട്ട് നമ്മുടെ യമൻ എന്ന് പറയുമ്പോൾ നമുക്കറിയാം കാലൻ അല്ലെങ്കിൽ യമദേവൻ എന്നൊക്കെ പറയുന്ന പോലെ ഇവർ ആദ്യത്തെ കോർട്ടിൽ യമൻ ആണുള്ളത്. അപ്പം നമ്മുടെ ഒരു ഇന്ത്യൻ ബിലീഫുമായിട്ട് കൂടി ഈ ഒരു ചൈനീസ് ബിലീവ്സിന് ഒരു ലിങ്ക് ഉണ്ട് എന്ന് കൂടി കാണിക്കുന്ന ഒരു പോയിന്റ് ആണത്. ആൻഡ് സെക്കൻഡ് കോർട്ട്? Yeah, so there are different judges and they all have the name Yama in it. And in fact, this is Lord Yama that you can see here. And what happens is that all came because of the influence of Indian Buddhism. ദൈവമേ, കാലന്റെ മുമ്പിലാണ് ഒപ്പം നിൽക്കുന്നത്. ഇതാണ് ആക്ച്വലി യമൻ എന്ന് പറയുന്നത്. അവരുടെ കോർട്ടിലെ എല്ലാ ജഡ്ജസിനെയും യമൻ എന്നാണ് പറയുന്നത്. അവർ യമൻ എന്നുള്ള പേര് വരാൻ കാരണം ഇന്ത്യൻ ബുദ്ധിസത്തിൻ്റെ ഒരു ഇൻഫ്ലുവൻസ് ഭയങ്കരമായിട്ടുണ്ടായിരുന്നു. അതുകൊണ്ടാണ് യമൻ എന്നൊരു പേര് വരാനുള്ള കാര്യവും. കാലന്റെ മുമ്പിൽ നിന്ന് തന്നെ പുള്ളിക്കാരനെ കുറിച്ചുള്ള കാര്യങ്ങൾ പറയുമ്പോൾ എങ്ങനെയായിരിക്കും എന്ന് എനിക്കറിയില്ല. And so basically because of Indian Buddhism which spread to China and China became largely a Buddhist country, the whole concept idea of life, birth
and then reincarnation is actually an Indian concept. It didn't start in China. It came through Buddhism from India itself. And today, most Chinese, traditional Chinese, they believe in this very strongly, that when you die, your soul will go through purgatory, you'll go through hell, you'll be punished, and then you'll be reborn again. So at the end of the 10 courts of hell, I'll show you this place called, which has the samsara, the circle, the wheel of life and death. And that concept is exactly the same in Indian Buddhism. ചൈനീസ് ബിലീവ്സിന് അവർക്ക് അവരുടേതായിട്ട് ചെയ്ത ഒന്നുമില്ല. ബുദ്ധിസം ഇന്ത്യയിൽ നിന്ന് വന്നപ്പോൾ അതിൻ്റെ ഒപ്പം വന്ന കോൺസെപ്റ്റ്സ് തന്നെയാണ് ഇവരും എടുത്തേക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ അവസാനം അതിൽ ആക്ച്വലി ലൈഫ് ഡെത്ത് വരെയുള്ള ഫുൾ കാര്യങ്ങളും ഉണ്ടെന്ന് പറയും. എന്തായാലും നമുക്ക് ഓരോന്നായിട്ട് കാണാം. ഇപ്പം നമ്മുടെ നാട്ടിലൊക്കെ നമ്മുടെ അമ്മൂമ്മമാർ പറയില്ലേ, നരകത്തിൽ പോയാൽ അവിടെ മനുഷ്യനെ തീയിലിടും അല്ലെങ്കിൽ എണ്ണയിലിട്ട് വറുക്കും എന്നൊക്കെ പറയണമല്ലോ. നമ്മുടെ പിള്ളേരെ പേടിപ്പിക്കാൻ പറയുന്ന പോലത്തൊരു സങ്കല്പമാണ്. ആക്ച്വലി അങ്ങനെയൊക്കെ ഉണ്ട് എന്ന് പറഞ്ഞപ്പം എനിക്ക് ചെറിയ പേടിയൊക്കെ ഉണ്ട്. അത് കുറ്റം ചെയ്തവരെ ഇപ്പം ആണായാലും പെണ്ണായാലും അവരെ തീയിലേക്ക് ഇടുന്ന ഒരിതാണ്. അപ്പം അവരുടെ ആ ഒരു ആദ്യത്തെ പണിഷ്മെൻറ്റ് കഴിഞ്ഞ് രണ്ടാമത്തെ പണിഷ്മെൻറ്റ് അവരെ കുറ്റം ചെയ്തതനുസരിച്ച് അവർ തീയിലേക്കിടും. ദൈവമേ, അപ്പം നമ്മുടെ അമ്മമാരൊക്കെ പറയുന്നത് സത്യമായിരിക്കണം. തീയിലൊക്കെ വീഴേണ്ട അവസ്ഥയാണ്. ഇന്ന് ആക്ച്വലി ഫിൽ ദി ബ്ലഡ് പോണ്ട് എന്നാണ് പറയുന്നത്. 10 courts of hell മൂന്നാമത്തെ കോട്ടാണത്. ഇവിടുത്തെ യമ ശിക്ഷിക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ, മൂത്തവരെ റെസ്പെക്റ്റ് ചെയ്യാതിരിക്കുക, ജയിലിൽ നിന്ന് ചാടുക, അങ്ങനെയുള്ളവരുടെ ഹാർട്ട് കട്ട് ചെയ്യുക, അല്ലെങ്കിൽ ഡ്രഗ്സ് അഡിക്റ്റ് ആയിരിക്കുക, മോഷണം, ആൾക്കാരെ ക്രൈം ചെയ്യാൻ പ്രേരിപ്പിക്കുന്ന അവരെയൊക്കെ ഒരു റെഡ് ഹോട്ട് കോപ്പർ പില്ലറിൽ കെട്ടിയിട്ട് ഗ്രില്ല് ചെയ്യും. അയ്യോ, ഇതൊക്കെ കേൾക്കുമ്പോൾ പേടിയാവും. നാളെ മുതൽ അമ്മയൊക്കെ പറയുന്നെല്ലാം കേൾക്കണം. ഇത് ആക്ച്വലി 4th court of hell ആണ്. ഇവിടുത്തെ യമ ഈ 4ാമത്തെ കോർട്ടിൽ ഇപ്പം നമ്മുടെ കുറ്റങ്ങളൊക്കെ നോക്കും. അതിൽ നമ്മുടെ സിബ്ലിങ്സ്, അതായത് നമ്മുടെ അനിയത്തിനെ അല്ലെ അനിയനെ നോക്കാത്തവർ, അല്ലെങ്കിൽ റെൻറ്റ് വാടക കറക്റ്റായി കൊടുക്കാത്തവർ, ബിസിനസ്സിൽ തട്ടിപ്പ് കാണിക്കുന്ന അവർക്കൊക്കെ കൊടുക്കുന്ന ശിക്ഷയാണ്. അതായത് 2 കല്ലിൻ്റെ ഇടയെ വെച്ച് ഗ്രൈൻഡ് ചെയ്യുക, അല്ലെങ്കിൽ ഇങ്ങനത്തെ ഒരു നമ്മുടെ ഉരുളിയിലൊക്കെ ഇട്ടിട്ട് മാവാട്ടൂലേ, അതുപോലെ മനുഷ്യനെ അങ്ങനത്തെ ഒരു ഇതിലിട്ട് നെയിൽസ് അല്ലെങ്കിൽ സ്റ്റോൺ വെച്ച് സ്മാഷ് ചെയ്യുക. അതാണ് 4ാമത്തെ ശിക്ഷ 4ാമത്തെ കോർട്ടിൽ. അതിന് നമുക്ക് 5ാമത്തെ കോർട്ടിന് എന്താണെന്ന് കാണാം. ഇത് ആക്ച്വലി 5th court of hell ആണ്. ഇവിടുത്തെ യമ അതായത് നമ്മൾ ചെയ്ത കുറ്റങ്ങളിൽ മണി ലെൻഡേഴ്സ്, അതായത് കാശ് പലിശയ്ക്ക് കൊടുത്തിട്ട് നല്ല പലിശ വാങ്ങുന്നവർ, അതുപോലെ തന്നെ എൻ്റെ വസ്തു അല്ലെങ്കിൽ എൻ്റെ പ്രോപ്പർട്ടിക്ക് വേണ്ടി വേറൊരാളെ കൊന്നാൽ അങ്ങനെയുള്ള ആൾക്കാരെ നൈഫുള്ള മലയുടെ മുകളിൽ കൊണ്ടിടുക, അങ്ങനത്തെ ഒരു ശിക്ഷയാണ്. ദൈവമേ, ഇതൊക്കെ കാണുമ്പോഴാണ് ടെൻഷൻ ആവുന്നത്. Chicken curry is just 1, 2, 3 steps. ഹൗസ് ബ്രാൻഡ് കറി പൗഡർ, തനത് സ്വാദിന്റെ സംതൃപ്തി 1/2 നൂറ്റാണ്ടിനും മേലെ. നിങ്ങളുടെ കാർത്തിക സൂപ്പർ മാർക്കറ്റിൽ ഗ്രോസറീസ്, ബോഡി കെയർ, കിച്ചൺ വെയർസ്, ഫ്രോസൺ വെജിറ്റബിൾസ്, ഫ്രോസൺ ഫുഡ്, ചോക്ലേറ്റ്സ്, അങ്ങനെ ആയിരക്കണക്കിന് വിവിധ ഉൽപ്പന്നങ്ങൾ വിൽക്കുന്ന ഒരേ ഒരു സൂപ്പർ മാർക്കറ്റ് കാർത്തിക സൂപ്പർ മാർക്കറ്റ്. $100 സാധനങ്ങൾ വാങ്ങുമ്പോൾ ഹോം ഡെലിവറി സൗജന്യം. ഓൺലൈനായും ഓർഡർ ചെയ്യാം. ഇപ്പൊ കിച്ചൺ അപ്ലയൻസസിൽ എക്സ്ചേഞ്ച് ഓഫറും. വരൂ, $50 പഴയ പാത്രങ്ങൾ എക്സ്ചേഞ്ച് ചെയ്ത് പുതിയതാക്കൂ. വേറെ എവിടെയുമല്ല, 34 ബഫലോ റോഡ്, വിഷൻ അവന്യൂ, കാർത്തിക സൂപ്പർ മാർക്കറ്റ്. തിരുമല നെയ് ശർക്കര പായസത്തിന് സ്ട്രോങ് സപ്പോർട്ട്, നെയ്ദോശയ്ക്ക് സൂപ്പർ സപ്പോർട്ട്, ഗുലാബ് ജാമിന് ക്ലോസ് ഫ്രണ്ട്, വീട്ടിലും വിരുന്നിലും ഏറ്റവും അടുത്ത സുഹൃത്ത് തിരുമല നെയ്. തിരുമല നെയ്. എന്റെ കല്യാണം
മകളുടെ കല്യാണം. എൻ്റെ കൊച്ചുമകളുടെ കല്യാണം. എൻ്റെ 60ാം കല്യാണം. എൻ്റെ ആയുഷ്കാലം മുഴുവനും എന്നോടൊപ്പം ഹനീഫ ടെക്സ്റ്റൈൽസ്. ഹനീഫ ടെക്സ്റ്റൈൽസ്, സിംഗപ്പൂർ, മലേഷ്യ. Jade's Beauty and Ayurvedic. Blend your beauty needs the Ayurvedic way. Over 15 years of uncompromising beauty services to our loyal clients using Ayurvedic products. Jade's has the perfect ambience to deliver high standards in treating hair care, skin care problems, and complements it with facial, head and shoulder oil massage and henna coloring. Jade's Beauty and Ayurvedic. Call 93555383 9488 0697 today. ഈ 6th കോഡിൽ ആക്ച്വലി ചീറ്റിംഗ്, അതുപോലെ തന്നെ ഒരാളെ ശപിക്കുക, പോൺ അങ്ങനത്തെ മെറ്റീരിയൽസിൽ അഡിക്റ്റഡ് ആവുക, അതുപോലെ തന്നെ നിയമങ്ങളെ ലംഘിക്കുക, ഒരു തടിക്കഷ്ണം അതിൽ ആ തെറ്റ് ചെയ്ത ആളെ ഒന്ന് കമത്തിയിടുക, വലിയൊരു വടിവാളും കൊണ്ട് 2ആയിട്ട് കട്ട് ചെയ്യുക. ഇതാണ് ഞാൻ പറഞ്ഞ വളരെ ചെറിയൊരു ശിക്ഷ. അങ്ങനെ നമ്മളെ ഇവിടുത്തെ യമ പണിഷ് ചെയ്യും. അത് കഴിഞ്ഞ് നമ്മൾ 7th കോർട്ടിലേക്ക് പോവും. ഇത്രയും കട്ടുമ്പോൾ തന്നെ എൻ്റെ ഇന്നത്തെ ഉറക്കം പോയി. ഇനി 7th കോർട്ട് എന്താണെന്ന് നോക്കാം. ഇതാണ് 7th കോർട്ട്. 7th കോർട്ടിൽ എന്താണെന്ന് വെച്ചാൽ റൂമേഴ്സ്, ഫാമിലി മെമ്പേഴ്സിനെ ഉപദ്രവിക്കുക, റേപ്പ് ചെയ്യുക, വേറൊരാളെ വണ്ടി ഇടിച്ചു കൊല്ലുക, അല്ലെങ്കിൽ അതായത് റൂമേഴ്സ് പറയുന്നുണ്ട് നാക്ക് മൊത്തത്തിൽ പിഴുതെടുക്കും, അല്ലെങ്കിൽ നല്ല തിളച്ച എണ്ണയിലിടും. നമ്മളെ അമ്മമാർ പറയണതൊക്കെ സത്യമായിട്ട് വരുവാണല്ലോ ദൈവമേ. ഇനി അത് കഴിയുമ്പോൾ 8th കോർട്ട്. 8th കോർട്ട് എന്ന് പറഞ്ഞാൽ വളരെ സിമ്പിളാണ്. നമ്മുടെ ഫാമിലി മെമ്പേഴ്സിനോ പേരൻസിനെ ഉപദ്രവിച്ചാൽ, അല്ലെങ്കിൽ നമ്മുടെ ബെനിഫിറ്റിന് വേണ്ടി വേറൊരാളെ ഉപദ്രവിച്ചാൽ വയറങ്ങോട്ട് കീറുക, അതിലെ ഇൻറ്റസ്റ്റൈൻസ് ഓരോന്നായിട്ട് എടുക്കുക, അങ്ങ് കട്ട് ചെയ്ത് കളയുക. എന്ത് നല്ല ആചാരമല്ലേ! ഇതുപോലത്തെ ആചാരങ്ങൾ ഇനിയും ഉണ്ടോ എന്ന് കാണാനായിട്ട് ഇനിയും 2 കോർട്ടും കൂടി ബാക്കിയുണ്ട്. ദൈവമേ, ഇതുവരെ വന്നപ്പോഴേക്കും നാക്ക് പോയി, വയറ് പോയി, ബോഡി 2ആയിട്ട് കീറിപ്പോയി. ഇനി അടുത്ത ഇതിലേക്ക് പോവാം. ഇത് വീണ്ടും വളരെ നല്ലൊരു ആചാരമാണ്. അതായത് 9th കോർട്ടിലേക്ക് എത്തുമ്പം ഒന്നീ മോഷണം, മർഡർ, റേപ്പ് ഇതൊക്കെ ചെയ്ത ആൾക്കാരെ ഒന്നീ ഇങ്ങനെ ഒരു ടേബിളിൽ കെട്ടി വെച്ചിട്ട് ബോഡി പാർട്സ് ഓരോന്നായി കട്ട് ചെയ്യുക, അല്ലെങ്കിൽ നമ്മളെ കിടത്തിയിട്ട് മൊത്തത്തിൽ ഒരു കല്ലെടുത്തിടുക. അതാണ് ഇവിടുത്തെ ശിക്ഷ. ഈ 10th കോർട്ടിൽ എത്തുമ്പോഴാണ് ആക്ച്വലി ആണാവട്ടെ പെണ്ണാവട്ടെ ഈ കോർട്ടിൽ വന്ന് അവർ ഇത്രയും ശിക്ഷ കഴിഞ്ഞിട്ടാണ് ഈ കോർട്ടിലെത്തുന്നത്. ഇവിടെ വരുമ്പോൾ ഒരു മാജിക്കൽ ടീ കൊടുക്കും. ആ ടീ കുടിച്ച് കഴിഞ്ഞിട്ട് ഒന്നീ നമ്മൾ ഹ്യൂമനായിട്ടോ ആനിമലായിട്ടോ വീണ്ടും റീബോൺ ചെയ്യും. പിന്നെ വീണ്ടും നമ്മൾ മരിച്ചതിന് ശേഷം വീണ്ടും ഇതെല്ലാം കറങ്ങിത്തിരിഞ്ഞ് വീണ്ടും ഇവിടെ തന്നെ എത്തും. അപ്പം ഇതാണ് 10th കോർട്ട്. ഞാൻ പറഞ്ഞല്ലോ അവരുടെ 10th കോർട്ടിലൊരു മാജിക്കൽ ടീ കൊടുക്കുന്നത്. ആ ടീ കൊടുക്കുന്ന ആളാണ് മെങ് പോ എന്ന് പറഞ്ഞൊരു സ്ത്രീയാണ് ആ ടീ കൊടുക്കുന്നത്. ആ ടീ കുടിക്കുമ്പോൾ ഇവിടെ വന്ന പ്രിസണേഴ്സ് എല്ലാവരും അവരുടെ പാസ്റ്റ് ലൈഫ് മറക്കും. അതായത് അവരുടെ ജന്മത്തിൽ, അവരുടെ കഴിഞ്ഞ ജന്മത്തിൽ എന്താണ് ചെയ്തതെന്നൊക്കെ മറന്നിട്ട് അവർ പുതിയ ഹ്യൂമനായിട്ടോ അല്ലെങ്കിൽ ആനിമലായിട്ടോ രണ്ടാമത് ജനിക്കുന്നത്. അപ്പോൾ ആ ഒരു സ്റ്റേജ്, ഈ സ്ത്രീയാണ് ആ മാജിക്കൽ ടീ കൊടുക്കുന്നത്. നമസ്കാരം. ഈ ആഴ്ചയിലെ വിശേഷങ്ങളിലേക്ക് സ്വാഗതം. സിംഗപ്പൂരിലെ യുവ കവികളുടെ കാവ്യ സമാഹാരം കാവ്യ സോപാനത്തിന്റെ പ്രകാശനം പ്രശസ്ത കവി ശ്രീ കുരീപ്പുഴ ശ്രീകുമാർ നിർവഹിച്ചു.
സിംഗപ്പൂർ മലയാളി ലിറ്റററി ഫോറത്തിന്റെ രണ്ടാമത്തെ പുസ്തക പ്രകാശനമാണിത്. സിംഗപ്പൂരിലെ മലയാള നാടകങ്ങൾക്ക് പ്രോത്സാഹനങ്ങൾ നൽകിയിരുന്ന കൈരളി കലാനിലയം പുനരുജ്ജീവിപ്പിക്കുന്നതിന്റെ ഭാഗമായുള്ള നാടകാവതരണവും മറ്റ് കലാപരിപാടികളും പ്രവാസി എക്സ്പ്രസ് നൈറ്റ് 2016 ഓഗസ്റ്റ് 6 കല്ലാങ് തിയേറ്ററിൽ നടക്കുന്നു. സിംഗപ്പൂർ മലയാളി അസോസിയേഷന്റെ ഇത്തവണത്തെ ഓണം നൈറ്റ് പരിപാടികളിൽ പത്മശ്രീ മോഹൻലാൽ നേതൃത്വം നൽകുന്ന താരനിര പങ്കെടുക്കും. പരിപാടികളുടെ ടിക്കറ്റുകൾ അടുത്ത ആഴ്ച മുതൽ ലഭ്യമാകും. റിഥംസ് ഈസ്തറ്റിക് സൊസൈറ്റി അവതരിപ്പിച്ച സപ്തസ്വര സംഗീത പരിപാടി ജൂലൈ 15 റിപ്പബ്ലിക് കൾച്ചറൽ സെന്ററിൽ നടന്നു. സിംഗപ്പൂർ മലയാളികൾക്കായുള്ള വെറ്ററൻസ് ആൻഡ് ജൂനിയേഴ്സ് ഫുട്സോൾ ജൂലൈ 9 നടന്നു. മറ്റു മത്സരങ്ങൾ ജൂലൈ 23, 24 തീയതികളിൽ ഖാത്തിബ് നേവൽ ബേസ് സെക്കൻഡറി സ്കൂളിൽ വെച്ച് നടക്കുന്നു. മലയാളം ലാംഗ്വേജ് എഡ്യൂക്കേഷൻ സൊസൈറ്റി കുട്ടികൾക്കായി സംഘടിപ്പിക്കുന്ന കലോത്സവം 2016 സെപ്റ്റംബർ 3 നടക്കുന്നുവെന്ന് സംഘാടകർ അറിയിച്ചു. ഈ ആഴ്ചയിലെ വിശേഷങ്ങൾ ഇവിടെ പൂർണ്ണമാകുന്നു. Chicken curry is just 1, 2, 3 steps. ഹൗസ് ബ്രാൻഡ് കറി പൗഡർ തനത് സ്വാദിന്റെ സംതൃപ്തി അരനൂറ്റാണ്ടിനും മേലെ. If discovery amazes you, then Asian Arts and Crafts at Little India is sure to realize your ideas and concepts into reality. The brilliance in handcrafted artifacts, mythological statues and sculptures, antiques and souvenirs, home decor and furnishing, frames and paintings, teakwood furniture and temples, murals and wall decor will surely touch your heart. Asian Arts and Crafts, 180 Serangoon Road, Little India, Singapore. QBB Pure Ghee for cooking, baking and barbecue. Superior taste in so many ways. QBB Pure Ghee. സിംഗപ്പൂർ ചോയ്സിന്റെ ഈ സെഗ്മെന്റിലേക്ക് സ്വാഗതം. നമ്മുടെ നാട്ടിൽ വിശിഷ്ട ദിവസങ്ങളുടെ ഭാഗമായി അല്ലെങ്കിൽ ഉത്സവങ്ങളുടെ ഒക്കെ ഭാഗമായി കളങ്ങൾ വരയ്ക്കാറുണ്ട്. എനിക്ക് തോന്നുന്നു നമ്മുടെ നാട്ടിൽ കേരളത്തിലൊക്കെ കളം എന്ന് പറയും, അത് തമിഴ്നാട്ടിലേക്ക് പോകണമെങ്കിൽ കോലം എന്ന് പറയും, കർണാടകയിൽ പോകണമെങ്കിൽ രംഗോലി, അങ്ങനെ ഒരുപാട് പ്രത്യേക വേറെ വേറെ പേരിലാണ് ഫുൾ ഇന്ത്യയിൽ അതിനെ തന്നെ പറയുന്നത്. എനിക്ക് തോന്നുന്നു പാചകം കഴിഞ്ഞാൽ ഒരാളുടെ പ്രത്യേകിച്ച് സ്ത്രീകളുടെ കൈപുണ്യം അല്ലെങ്കിൽ കൈ എത്രമാത്രം മാജിക്കലാണ് എന്ന് നമ്മൾ മനസ്സിലാക്കുന്ന മറ്റൊരു ഫീൽഡാണ് ഈ കളം വരയ്ക്കുക എന്ന് പറഞ്ഞാൽ. അതിൽ ഒരുപാട് അച്ചീവ്മെൻറ്റ്സ് കിട്ടുക എന്ന് പറയുകയാണെങ്കിൽ അതിൽ കുറേയേറെ അയാൾക്ക് അല്ലെങ്കിൽ അവർക്ക് അതിലൂടെ പാഷൻ ഉണ്ട് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. ഇന്ന് സിംഗപ്പൂർ ചോയ്സിൽ നമുക്ക് വളരെയധികം പ്രത്യേകത ഒരു വിശിഷ്ട അതിഥിയാണുള്ളത്. രംഗോലിയിൽ നിരവധി അച്ചീവ്മെൻറ്റ്സ്, അതിൽ സിംഗപ്പൂർ റെക്കോർഡ്സും അതുപോലെ തന്നെ ഗിന്നസ് വേൾഡ് റെക്കോർഡ് വരെ കിട്ടിയ വിജയ മോഹൻ. ഹായ് മാം, വെൽക്കം ടു ഷോ. എന്തായാലും നമ്മുടെ പ്രേക്ഷകർ മാമിൻ്റെ വിശേഷങ്ങൾ കേൾക്കാനായിട്ടൊക്കെ കാത്തിരിക്കുകയാണ്. സോ വിൽ സ്റ്റാർട്ട് ഫ്രം യുവർ ചൈൽഡ്ഹുഡ്. വാട്ട് ജനറേറ്റഡ് ദ ഇൻട്രസ്റ്റ് ഇൻ യു ടു പുട്ട് rangoli? Is it from your mom or is it from your friends? I started doing rangoli from the age of 3 or something. So whenever my mom used to do outside the house, I used to sit with her and learn the technique, everything. And then on my own I started doing maybe 5 or 6. Yeah, so and then every year we'll have a competition kind of thing outside the house during the month of Margazhi, December. So we'll have the biggest one. My habit is after finishing, I'll go around the street and find out who has done differently from me. What something special they have done. And I'll go immediately ask them to learn, because now also if I don't know anything, I don't feel shy because our life is very short. So whatever we don't know, we learn. We can improve. So I'll definitely go and ask the person how you did it. ഒരുപക്ഷെ മാം ഇപ്പം പറഞ്ഞത് വളരെ ഇമ്പോർട്ടൻ്റ് ഒരു പോയിന്റ് ആണ്. ഒരുപക്ഷെ നമുക്ക് ഒരു കാര്യം അറിയില്ലെങ്കിൽ വി യൂഷ്വലി ഫീൽ ഷൈ. അവർ മുമ്പിലായോ നമുക്ക് അറിയില്ല എന്ന് പറയുന്നതിന് പകരം നമ്മൾ എന്തെങ്കിലുമൊക്കെ അറിയാമെന്ന് കാണിച്ചു കൂട്ടും. പക്ഷേ അവരുടെ അടുത്ത് പോയി എന്താണ് എന്ന് ചോദിച്ചറിയാനുള്ളൊരു മെൻറ്റാലിറ്റി മോസ്റ്റ്ലി എസ്പെഷ്യലി ദിസ് ജനറേഷൻ പീപ്പിൾ ദേ റിയലി ഡോണ്ട് ഹാവ്. എന്തായാലും ആ കോട്ട് എല്ലാവരും ഒന്ന് മനസ്സിൽ വെക്കുക.
after migrating, I mean, after coming to Singapore, what did you do to improve your, you can't ask anyone for help, or you can't study new techniques like how you study in India. So how do you used to update yourself? ஆக்சுவலி இவிட இங்கே வந்து நிறைய பேர் கோலம் போடுறதில்ல, எல்லாமே ஸ்டிக்கர் தான் வெளியே ஒட்டியிருக்கு. ஸோ பட் இங்கே காம்படிஷன்லாம் வந்தப்போ ஃபர்ஸ்ட் ஐ ஸ்டார்டட் பார்ட்டிசிபேட்டிங் இன் த காம்படிஷன், அண்ட் தென் ஐ ஃபவுண்ட் அவுட் மோஸ்ட் ஆஃப் த பீப்புள் ஆர் டூயிங் வித் ரைஸ். They are drawing with chalk and doing with rice, filling up with rice. And the traditional method yarum podalai. So I do very traditionally, even the water rangoli plus the powder one. So I started taking part in competition and started winning. And then around 93-94, one of my friends working in Ritz-Carlton Hotel, and they had a big grand wedding, and they wanted me to do the rangoli on the carpet. So I started thinking and exploring how I can do it. First I thought I'll do it on a canvas, but it's like moving, like it's not stable, this thing. Then I started doing on plywood. I put the glue, I used all the color sand and color powder, everything. And then I pasted everything, and to add beauty to it, I started using stones, sequins, glitter powder, all those things. That gave a very good look and impression. So from then onwards, and every hotel started asking me, can you do like this? Can you do a bigger size? So regularly I used to do for banks, hotels, community centers. So that's almost like crossing the barriers. Yeah. Apart from the floor and plywood, in what all things do you use to put this rangoli? Every year I do with a very, very different material and different base. So far I have done with about 30 to 40 different kinds of material I have used to create the rangoli. That's why because I changed the whole version of doing the rangoli on the floor. Now my rangolis can float on water, on the table, on the wall, on the ceiling, everywhere. So I call it Singa Rangoli because I did the evolution in Singapore and started adapting things according to the environment. So I call it Singa Rangoli. ഓക്കെ മാം ഇവിടെ സിംഗപ്പൂർ വന്നതിന് ശേഷം ഇപ്പോൾ ഫ്ലോറിൽ തന്നെ രംഗോലി ഇടാൻ പറ്റിയെന്നല്ല, അപ്പോൾ വാളിൽ, അതുപോലെ പോട്ട്സിൽ, അതുപോലെ തന്നെ സീലിങ്ങിൽ, എവിടെയൊക്കെ പ്ലേസ് രംഗോലി പൗഡർ കൊണ്ട് ബ്യൂട്ടിഫുൾ ആക്കാമോ അവിടെ എല്ലാം മാം രംഗോലി യൂസ് ചെയ്തു. അങ്ങനെ മാമിൻ്റെ പാറ്റേൺസിനെ സിംഗ രംഗോലി എന്നാണ് പറയുന്നത്. സിംഗപ്പൂരിൽ വന്ന് അങ്ങനെ ചെയ്തതുകൊണ്ട് സിംഗ രംഗോലി എന്നാണ് പറയുന്നത്. സോ ട്രഡീഷണലി, ഇഫ് യു ലുക്കിംഗ് ട്രഡീഷണലി, വാട്ട് ആർ ദ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് രംഗോലി? Traditionally, வந்து கேரளால அத்தப்பூவு, then Karnataka and Andhra Pradesh they call it Muggulu, and then Calcutta, all those places they call it Alpana, and then Rajasthan, all those areas they call it Mandena. So idu vittu I do also a research on in various places how they do, what are the materials they use, what are the occasions they do. So I started exploring, and then I started doing kind of research, and then learned all the techniques. Now recently the Maharashtra they do about 10 years, 12 years they do Sanskar Bharati. They have different techniques. They use 4 fingers to draw the design. 4 fingers? Yeah, 4 fingers to draw the design, and also they use the fennel, the kerosene fennel. Yes. That they use that to draw the design. Usually we use hand. One hand, 2 hand. When I do the water rangoli, I use like this. Okay. When I do the powder rangoli, I use like this. Okay. But they do with 4 hands, and they do. So I learned all the techniques. The only thing still not very sure, I can do it, but not very sure is big rangoli on a stagnant water, portrait rangoli. That one I have to explore. Okay. Still I have to explore. ഒരു പക്ഷേ അത്തപ്പൂവിനെയും രംഗോലി എന്നാണ് പറയുന്നതെന്ന് എനിക്ക് അറിയില്ലായിരുന്നു. അത് ഞാൻ ഇവിടുന്ന് മനസ്സിലാക്കിയ ഒരു കാര്യമാണ്. ബിക്കോസ് വി ഫോർ ഓണം വി ഡു പുട്ട് you do for 10 days. Yes. For the Mahabali Raja. So I read, but I never knew that that's also a kind of a type of rangoli. I never knew that. സിംഗപ്പൂരിൽ വന്നതിന് ശേഷം എന്തൊക്കെ ഇവന്റ്സിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്തു? எல்லாமே கம்யூனிட்டி சென்டர், பிகாஸ் ஐ பிகம் எ மெம்பர் இன் அ கம்யூனிட்டி சென்டர். ஸோ அங்கே உள்ள எல்லா ப்ரோக்ராமும் கூப்பிடுவாங்க. Then museum, banks, community centers, and then a lot of schools started asking and calling me. University,
You name it from 3 years until 95 years and all the races. I involve everybody to create the art because professionally I'm an art psychologist, art therapist. I've done my master's in art therapy. Color and art gives a lot of healing process to people. So now I do with cancer patients, stroke and dementia patients, mental illness, children with disability. So I do with all those kind of people. Okay. Now. So how do you train them with these colors? Actually, I do a very, very small piece, create about 20 to 25 variety they do. Every week they do one variety and then they can take back home. Okay. One thing, they cannot focus more than about 20 to 30 minutes. So I should not do a big one, make them bored. And then also every week I bring in a new material. So they will be eagerly waiting to see me today what you have brought for us today. Now let me ask you about the Guinness records. How was your journey to the Guinness record? Who inspired you? What was your main motivation? Actually, it's a very, very interesting thing. My previous record who did in London is 3 ladies. They did 30 feet by 30 feet in 3 days. They used everything, pulses, fruits, everything to create the record. Just in January of 2003, one of the lady in Singapore, same name, Vijayalakshmi, she did a comparatively bigger version, about 10, 20, 30 feet rangoli, and then it was featured in the newspaper. Then everybody started congratulating me, thinking I did it. Then it struck me, okay, why not I do the biggest one in the world. But from childhood, I had intention and urge, I must do the big one, I must do the big one. Because early days when I started learning, so I used to put dots and put. So I started with 100 dots, then 200, then 1000, like that I will expand and practice. Then I started thinking I should do the biggest one. But I didn't realize that I'll be doing it in Singapore, and then I will get a very great support from all the people here, ministers, everybody. They came in the morning around 7 o'clock I started. I finished around 2 o'clock. In the afternoon? Yeah, and I did about 2,756 square feet. That is about 52 feet by 50 feet. I did alone. Yeah. It really needs so much of patience, first of all, because നമുക്ക് തന്നെ നമ്മുടെ കൈയൊക്കെ വേദനിച്ച് തുടങ്ങുമ്പോൾ നമ്മൾ വിചാരിക്കും ഇനി ഒരു 5 മിനിറ്റ് കഴിഞ്ഞ് ചെയ്യാം, കുഴപ്പമില്ല, ടൈം ഉണ്ടല്ലോ എന്നൊക്കെ നമ്മൾ ചെയ്യും. പക്ഷേ ഒറ്റയ്ക്ക് ആ ഒരു മോട്ടിവേഷൻ, ഇറ്റ്സ് ആക്ച്വലി ദ സപ്പോർട്ട് ആൻഡ് ഇറ്റ്സ് ആക്ച്വലി ദ ഏർജ് ദാറ്റ് യു ഹാഡ് ഫ്രം യുവർ ചൈൽഡ്ഹുഡ്. എനിക്ക് ചെയ്യണം എന്നുള്ളൊരു വാശിയിലാണ് ആക്ച്വലി മോർണിംഗ് തൊട്ട് 2,700ഓളം സ്ക്വയർ ഫീറ്റ് വരുന്ന ഒരു കാര്യം ഒറ്റയ്ക്ക് ഇരുന്ന് ചെയ്തത്. ആൻഡ് കൺഗ്രാറ്റ്സ് മാം. സിംഗപ്പൂർ ചോയ്സിൽ വിജയലക്ഷ്മി മാമിൻ്റെയും അതുപോലെ തന്നെ രംഗോലിയുടെ വിശേഷങ്ങൾ ഇവിടെ അവസാനിക്കുന്നില്ല. നമുക്ക് അടുത്ത എപ്പിസോഡിൽ കാണാം.